ജെൻഡർ മെഡിസിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഇതിനാണ് മുൻഗണന നൽകുന്നത്. ഇത് അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒന്നായിരുന്നു. കാരണം സ്ത്രീയും പുരുഷനും തികച്ചും വ്യത്യസ്തമായ രണ്ട് വിഭാഗമാണ്. സ്ത്രീ ശരീരം തികച്ചും സങ്കീർണവുമാണ്. പ്രസവം, കുട്ടികളെ പാലൂട്ടൽ, പിന്നെ അവർക്ക് എല്ലാ മാസവുമുള്ള ആർത്തവം, ഇങ്ങനെ നിരന്തരമായി സങ്കീർണതകൾ നിറഞ്ഞതാണ് അവരുടെ ജീവിതം. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇവർക്കുള്ള മരുന്നുകൾ, ഏത് രോഗത്തിനായാലും പൊതുവായിട്ടുള്ള രോഗങ്ങൾക്കുള്ളെല്ലാം മരുന്നുകൾ ജനറലാണ്. എന്നാൽ രോഗം വരാൻ കാരണം രണ്ടുപേർക്കും, അതായത് പുരുഷനും സ്ത്രീക്കും ഒരേ കാരണമല്ല. ഒരു തലവേദന പോലും സ്ത്രീക്ക് ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് പുരുഷനുണ്ടാകുന്നത്. സ്ത്രീക്കാണ് എപ്പോഴും അത് സങ്കീർണത നിറഞ്ഞതാകുന്നത്, അവരുടെ മറ്റ് ഇത്തരം പ്രത്യുൽപാദന പ്രക്രിയയും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത് പരിഗണിക്കാതെയാണ് എല്ലാവർക്കും പൊതുവായിട്ടുള്ള മരുന്നുകളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. സ്ത്രീക്കായാലും പുരുഷനായാലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് പൊതുവായിട്ടുള്ള മരുന്നുകളാണ്. അപ്പം അത് പാടില്ല. സ്ത്രീക്ക് പ്രത്യേകം മരുന്ന് വേണം, പുരുഷന് പ്രത്യേകം മരുന്ന് വേണം എന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത്. അതിനടിസ്ഥാനത്തിൽ ലോകത്ത് പലയിടങ്ങളിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും പലയിടങ്ങളിലും അത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് വന്നേ തീരൂ. നമ്മുടെ ആരോഗ്യ മേഖലയുടെ മുന്നേറ്റത്തിന്, ജനജീവിതത്തിലെ മുന്നേറ്റത്തിന് ഒക്കെ ഇത് ആവശ്യമാണ്.